പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് സാഹചര്യം? എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. അത് നിങ്ങളുടെ ഇപ്പോഴത്തെ ട്രെൻഡിന് വിരുദ്ധമാണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യണ്ട. എൻ്റെ ഒരു ചോദ്യം, ഇപ്പം എന്തിനാണ് ഇന്നത്തെ ഇത്രയ്ക്കും ഇലക്ട്രോണിക് മാധ്യമങ്ങളൊക്കെ ഇത്രയ്ക്കും വ്യാപകമായി പ്രചരിച്ചിട്ടുള്ള ഒരു കാലത്ത് ഇങ്ങനത്തെ ഈ പ്രചാരണത്തിന്റെ ആവശ്യം എന്താണ്? സമാനമായ ചർച്ചകൾ ഞങ്ങൾ ഇന്നലെ നടത്തി. ഇത്രയധികം ഫ്ലെക്സ്, ഇത്രയധികം ചെലവ്. ഇപ്പം 1 കോടിയോളം രൂപ ശരാശരി ഒരു സ്ഥാനാർത്ഥിയും പാർട്ടിയും ഇപ്പം ഈ ഇലക്ഷന് വേണ്ടി ചെലവഴിക്കേണ്ടി വരും. ഈ ജയിച്ചു കഴിഞ്ഞാൽ ഈ 1 കോടി എങ്ങനെ തിരിച്ചെടുക്കാം, അടുത്ത ഇലക്ഷൻ എങ്ങനെ 1 കോടി സമാഹരിക്കാം എന്ന് ചിന്തിക്കാനേ അവർക്ക് നേരം ഉണ്ടാവുള്ളൂ. ഇവർക്ക് ആർക്കെങ്കിലും ഈ നാടിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കാൻ ഇവർക്ക് സമയം കിട്ടും. ഈ പ്രചരണത്തിന്റെ കാര്യം എന്താ? ഇവർക്ക് 9 മണിക്ക് അല്ലെങ്കിൽ ഒരു കൃത്യസമയം പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ലൈവ് ഇട്ടാൽ പോരെ ഓരോ കാൻഡിഡേറ്റിനും. ഇത് കാണാത്ത കുട്ടികളോ വയസ്സായവരുണ്ടോ? ഒരു 65 വയസ്സിന് താഴെയുള്ള എല്ലാവരും ഇലക്ട്രോണിക് മീഡിയ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ പ്രഹസനത്തിന്റെ കാര്യം എന്താ? നമ്മൾ തന്നെ ചെലവഴിച്ച് നമ്മൾ തന്നെ വിഡ്ഢികളാക്കുന്ന ഒരു പ്രഹസനമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ പ്രശ്നങ്ങൾ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഇവിടുത്തെ ഈ ഓപ്പൺ